Kyoto Protocol. Hi friends, now we are discussing about Kyoto Protocol. A Kyoto Protocol established in the year 1997, 11 December. It falls into came on 16th February 2005. Main aim of Kyoto Protocol, it committed to reduce the greenhouse gas emission who are accepted the treaty. അതായത് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് 1997 11 ഡിസംബറിലാണ് അതെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രീറ്റി എന്ന് പറയുന്നത് നിലവിൽ വന്നത്. അത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 16th ഫെബ്രുവരി 2005 മെയിൻ എയിം ഓഫ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് കമ്മിറ്റഡ് ദ പാർട്ടീസ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ഏത് രാജ്യമാണോ ഏത് കൺട്രിയാണോ ആ പാർട്ടീസ് ആണോ ആ ക്യോട്ടോ പ്രോട്ടോക്കോൾ സൈൻ ചെയ്തിട്ടുള്ളത് അവരെന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ ദേ ആർ കമ്മിറ്റഡ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കോൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് UNFCCC ഇതെന്ന് പറയുന്നത് ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഫോർമറാണ്. അതായത് യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഇൻ 1992. ദിസ് കൺവെൻഷൻ വാസ് എക്സ്റ്റെൻഡഡ് ടു ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രീറ്റി ദാറ്റ് ഈസ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. 1992 യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് വന്നിട്ടുള്ളത്. അതിൻ്റെ എയിം എന്ന് പറയുന്നത് ദീസ് കൺവെൻഷൻ എൻകറേജ് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ടു സ്റ്റാബിലൈസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. അതായത് ഈ UNFCCC ട്രീറ്റിയിൽ ഈ കൺവെൻഷനിൽ സൈൻ ചെയ്തിട്ടുള്ളവർ എന്താണ് ദേ ആർ റെസ്പോൺസിബിൾ ടു റെഡ്യൂസ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ബട്ട് ദ ക്യോട്ടോ പ്രോട്ടോക്കോൾ commit them to must reduce the greenhouse gases. That is the difference between UNFCCC and Kyoto Protocol. Kyoto Protocol CO2 is recognized as the key greenhouse gas that contribute to climate change and for which the developed country are principally responsible for the high level of greenhouse gas emission currently in the atmosphere due to more than 115 years of industrialized activity. അതായത് ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് മെയിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിഡക്ഷന് വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് തുടക്കത്തിൽ ഇതിൻ്റെ ലക്ഷ്യം അതായത് കാർബൺ ഡൈ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള 150 വർഷത്തോളം മുൻപ് തന്നെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ വളരെ കൂടുതൽ ആയതുകൊണ്ട് അത് ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ വന്നിട്ടുള്ളത്. ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ പ്ലേസസ് എ ഹെവി ബർഡൻ ഓൺ ദ ഡെവലപ്ഡ് നാഷൻ അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ഈ ഡെവലപ്ഡ് നാഷനും ഡെവലപ്പിംഗ് നാഷനും ആ സൈനിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡെവലപ്ഡ് നാഷൻസിന് കൂടുതലായിട്ടും ബിക്കോസ് അവർ ഹൈലി ഡെവലപ്ഡും ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിരിക്കും അവരുടെ എമിഷൻസ് എന്ന് പറയുന്നത് അത്രത്തോളം കൂടുതലായിരിക്കും. സോ അവരോടാണ് മെയിൻലി ഫോക്കസ്ഡ് ആൻഡ് കമ്മിറ്റഡ് ദം ടു ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള നാഷൻസിന് കമ്പയർ ടു ഡെവലപ്പിംഗ് നാഷൻസിനേക്കാൾ കൊടുക്കുന്നത്. അതായത് ക്യോട്ടോ പ്രോട്ടോക്കോൾ എൻറ്റേർഡ് ഇൻ ടു ഫോഴ്സ് ഓൺ 16th ഫെബ്രുവരി 2005. 16 ഫെബ്രുവരി 2005 ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് ഫോഴ്സ് ഓൺ നിലവിൽ വന്നത്. ഇനി ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് ഇനി ക്യോട്ടോ പ്രോട്ടോക്കോൾ എയിം ടു കമ്മിറ്റ് ദ പാർട്ടി ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ദിസ് പ്രോട്ടോക്കോൾ വാസ് അഡോപ്റ്റഡ് ഓൺ December 11, 1997 and it entered into force on 16, 2005. Currently there are 192 country to the Kyoto Protocol but now there are 191 country. അതായത് 192 രാജ്യങ്ങളാണ് ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ക്യോട്ടോ പ്രോട്ടോക്കോളിൽ. ഇപ്പോൾ 190 കൺട്രീസ് ആണ്. കാനഡ എന്ന് പറയുന്നത് 2012 ഈ ട്രീറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്യാണ് ഉണ്ടായത്. UNFCCC encourage the country to reduce emission of greenhouse gases because UNFCCC എന്ന് പറയുന്നത് എൻകറേജ് ചെയ്യുന്നു കൺട്രീസിനോട് റെഡ്യൂസ് ചെയ്യും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ബട്ട് ക്യോട്ടോ പ്രോട്ടോക്കോൾ കമ്മിറ്റഡ് ദം ടു ഡൂ സോ. അവരോട് നിർബന്ധമായിട്ടും കമ്മിറ്റഡ് ആണ് ഇത്ര കുറച്ചിരിക്കണം എന്ന് നിർബന്ധമായിട്ട് ക്യോട്ടോ പ്രോട്ടോക്കോൾ കമ്മിറ്റ് ചെയ്യുന്നു. ദ പ്രോട്ടോക്കോൾ is aimed that the party who have signed to reduce the greenhouse emission. No compulsion on developing country. Protocol has commitment from developed country. Developed countries differentiated ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് കമ്പയർ ടു ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രി. അതായത് ഡെവലപ്ഡ് കൺട്രീസിനാണ് കൂടുതലായിട്ട് കമ്മിറ്റ്മെൻറ്റ് ടു റെഡ്യൂസ് ദീസ് ടൈപ്പ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്.
നേരത്തെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമായിരുന്നെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പോൾ 6th ടൈപ്പ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനാണ് ഈ ക്യോട്ടോ റെഡ്യൂസ് ചെയ്യുന്നതിനാണ് ക്യോട്ടോ പ്രോട്ടോകോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് CO2, മീഥെയ്ൻ CH4, നൈട്രസ് ഓക്സൈഡ് N2O, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ HFC, സൾഫർ ഹെക്സാഫ്ലൂറൈഡ് SF6, പെർ ഫ്ലോറോ കാർബൺ PFS. ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ മെക്കാനിസം മൂന്ന് തരത്തിലാണ്. നാഷണൽ മെഷേഴ്സ്, എമിഷൻ ട്രേഡിംഗ്, പ്രൊജക്റ്റ് ബേസ്ഡ് മെക്കാനിസം. ഫസ്റ്റ് വൺ, നാഷണൽ മെഷേഴ്സ്. Kyoto Protocol asks the party to take national measures to control the emission of greenhouse gases. അതായത് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നാഷണൽ മെഷേഴ്സ് ടു കൺട്രോൾ ദ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ് നാഷണൽ ലെവൽ വിച്ച് ഇൻക്ലൂഡഡ് പ്ലാന്റേഷൻ, reforestation, reduce industrialization and stop deforestation. And second one, emission trade. Kyoto Protocol assigns certain unit to the country. Country can buy this unit from each other on case of exceeding the limit. Each country have certain limit to the emission of greenhouse gas. But if they exceed the limit, the other country who are reduced the limit from them to buy this one unit or each unit what they want. So who are the country reducing the greenhouse gas, they will get the benefit. Third one, project based mechanism, clean developed mechanism and joint implementation. ഈ പ്രോട്ടോകോൾ 2008 to 2012 സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് ഈസ് നോൺ ആസ് ദോഹ അമെൻമെന്റ് ടു ദ ക്യോട്ടോ പ്രോട്ടോകോൾ. And also there is a 192 countries in this earlier 192 countries in Kyoto Protocol, but now 191 country because the Canada withdrawn from Kyoto Protocol 15 December 2011. കാനഡ എന്ത് ചെയ്തു? ക്യോട്ടോ പ്രോട്ടോകോളിന് 15 ഡിസംബർ 2011 വിഡ്രോ ചെയ്തു. അത് came into effect in 2012. As October 2020, 147 states have accepted this Doha Amendment. India signed or ratified the treaty 26 August 2002 and accepted the Doha Amendment 8 August 2017. ഇന്ത്യ ഈ ട്രീറ്റിയിൽ ക്യോട്ടോ പ്രോട്ടോകോൾ അസൈൻ ചെയ്ത് 26 ഓഗസ്റ്റ് 2002 അക്സെപ്റ്റ് ചെയ്തത്. ഈ ദോഹ അമെൻമെൻറ്റ് 2012 to 2020 അക്സെപ്റ്റ് ചെയ്തത് 8 ഓഗസ്റ്റ് 2017. ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1997 വന്നു. ഇത് കെയിം ഇൻ ടു ഫോഴ്സ് 2005. ഇതിനെന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കുക. അത് നാച്ചുറലി ഉണ്ട്, മാൻമെയ്ഡ് ആയിട്ടുള്ള ആന്ത്രോപോജനിക് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്, ഇത് റെഡ്യൂസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം.